പല ആൾക്കാരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു മൂവി റിവ്യൂവറാണ്. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ ഒപ്പിക്കുക? അല്ല, അത് റെന്റിന് കിട്ടും, പിന്നെ അല്ലാത്തത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ഇതെന്തായാലും പൊട്ടും എന്ന് തോന്നുന്ന എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്ത എന്തെങ്കിലും സിനിമ ഉണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് 100% പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രെയിലർ വളരെ മോശമായ സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ദൃശ്യമൊക്കെ ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും പൊട്ടുമെന്ന് വിചാരിച്ചതാണ്. ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഹിറ്റ് ആയിരുന്നു. ഇപ്പം ഈ റിവ്യൂവേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്താ? ഫിലിം റിവ്യൂസ് ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ ഉണ്ണിക്കൊക്കെ ഇടയ്ക്ക് ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നേരിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. ചേട്ടന് നേരിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫിൽ വൺ റിസ്ക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന പരിപാടിയല്ല ഇത്. അപ്പോൾ അവർ കിട്ടിയ നമ്മളെ പണി. ഓഫ് കോഴ്സ്. ബബ്ബയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? കാരണം ഇപ്പോൾ ഒരു കേസ് അതും മാറി. അല്ല, കേസിൻ്റെ സിനാരി വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് പേഴ്സണലി ഒരു കംബാക്കിന് പറ്റിയൊരു പെർഫെക്റ്റ് ടൈമാണ്. കേസിൽ പുള്ളി വെറുതെ എവിടെയും ചെയ്തു, ഉടൻ തന്നെ വലിയൊരു സിനിമ റിലീസും. എങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ പറയാം? രാവിലെ എണീക്കാം. അല്ല, സിനിമ ഇല്ലാത്ത ദിവസം ഞാൻ വൈകുന്നേരം എണീക്കുന്നത്. 3 മണി 4 മണി. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും സന്ധ്യയാകുമ്പോഴത്തേക്ക് എഴുന്നേരം കുളിക്കും. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കും ചെറുതായിട്ട്. പിന്നെ 2 അടിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. വൈബൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കുക. പിന്നെ ചില 1-2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റ കളിക്കൂട്ടം, ചായക്കട ചർച്ച, 1-2 ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ചായക്കട ചർച്ച എന്നോ കുഞ്ഞാറ്റ കളിക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കും. അവരാരെങ്കിലും 2 അടിച്ചിട്ട് അവർ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഫസ്റ്റ് ഓഫ് ഓൾ, വെറൈറ്റി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റിവ്യൂവേഴ്സ് ഈ മൂവി റിവ്യൂവിനൊക്കെ തന്നെ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയ ഒരാളാണ്. കാരണം ഇദ്ദേഹത്തിന് വെല്ലാൻ വേറെ ആരുമില്ല എന്നൊക്കെയാണ് പൊതുവെ നമ്മൾ പറയാറ്. പല ആൾക്കാരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു മൂവി റിവ്യൂവറാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അശ്വന്ത് കോക്ക്. ഹലോ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ഞാൻ ആക്ച്വലി വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭയങ്കര സുന്ദരനാണ് നേരിട്ട് കാണാൻ. അല്ല, ഇന്റർവ്യൂ തുടങ്ങി മനസ്സിലായി. അല്ല, അതിനെനിക്ക് റിപ്ലൈ ഇല്ല, അതുകൊണ്ട്. ഇല്ലേ? ചേട്ടൻ ഭയങ്കര സീരിയസ് ആണോ? ഇപ്പോ അങ്ങനെയില്ല. അല്ല, സുന്ദരനാണ് പറഞ്ഞാൽ എനിക്ക് റിപ്ലൈ ഇല്ല. അതിന്റെ ചിരി കട്ട് ചെയ്തിട്ടാ മതി. ഇഷ്ടമായില്ല? ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, അതിന് റിപ്ലൈ ഇല്ല. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ മൂവി റിവ്യൂസിന് ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റിംഗ് കൊണ്ടുവന്നത് ചേട്ടനാ. ഇപ്പോൾ മൂവീസിന് കറക്റ്റ് അതേ കോസ്റ്റ്യൂമിൽ അല്ലെങ്കിൽ ആ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ആ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ ഒപ്പിക്കുക? അല്ല, അത് റെന്റിന് കിട്ടും, പിന്നെ അല്ലാത്തത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. അത് ഞാൻ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ നേരത്തെ കോസ്റ്റ്യൂംസ് എടുത്ത് വെക്കാറില്ല. അത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റെന്റിന് കിട്ടും കോസ്റ്റ്യൂംസ്, ഇല്ലെങ്കിൽ അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്യും. പിന്നെ എനിക്ക് പെർഫെക്ഷൻ ആവശ്യമില്ലല്ലോ, അത് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏതെങ്കിലും മൂവിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കാരണം എനിക്ക് എക്സാക്ട് പ്രോപ്പർട്ടി ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുമായിട്ട് ക്ലോസ് റിസംബ്ലൻസ് ഉള്ള ഏതെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കങ്കുവയിൽ സൂര്യ ഒരു വുളൻ പിന്നെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ റിവ്യൂവിന് വേണ്ടിയിട്ട് അത്രയും വുളൻ ജാക്കറ്റ് വാങ്ങാൻ പറ്റുമല്ലോ, ഇവിടെ അത് ആവശ്യമില്ലല്ലോ, നമ്മുടെ ക്ലൈമറ്റിന് ആവശ്യമില്ല. അപ്പോൾ ഞാനത് അങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ ഡോർമാറ്റ് ഉണ്ടല്ലോ, അത് വുളൻ ഡോർമാറ്റ് ഉണ്ട് പല കളേഴ്സിലുള്ള. അപ്പോൾ അത് ഞാൻ റൗണ്ട് നെക്ക് കട്ട് ചെയ്ത് അത് ഇട്ടു. അപ്പോൾ അത് അത്രയും സിമ്പിളായി ചെയ്യാൻ, നമുക്കൊരു ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോൾ മുതൽ ആക്ച്വലി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയത്? അത് നാച്ചുറലി സംഭവിച്ചതാണ്. ഞാൻ പല സമയത്ത് പല ഹെയർ സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. ചിലപ്പം ബിയേർഡ് ഉണ്ടാവില്ല. അപ്പം എനിക്കിങ്ങനെ സ്ഥിരമായിട്ടൊരു സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കാപ്പ കണ്ട സമയത്ത് അതിൽ പൃഥ്വിരാജിൻ്റെ ലുക്ക് പുള്ളി ഒരു കറുത്ത ഒരു കുറി തുടങ്ങും. പിന്നെ ആ സമയത്ത് ആക്സിഡൻ്റലി എൻ്റെ ഹെയർ സ്റ്റൈൽ ഏകദേശം അതുപോലെയായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു കറുത്ത കുറി തൊട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സംഭവം കൊള്ളാമല്ലോ. അപ്പം കുറേ കമൻസും വന്നു. അപ്പോൾ അത് മുതൽ പിന്നെ ഇത് ഒരു
അതൊരു ബ്രേക്ക് കിട്ടിയത് മറ്റേ വിജയുടെ ഒരു പടം ഉണ്ടായിരുന്നു, വാരിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാരിസ് ഇറങ്ങിയ സമയത്ത് വിജയുടെ കോസ്റ്റ്യൂംസ് വളരെ ഈസിയാണല്ലോ. ഒരു ഉള്ളിലൊരു ടീഷർട്ടും മുകളിൽ ഷർട്ടും ഇട്ട വിജയ്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഞാൻ അതിൽ 2 ബബിൾ ഗെയർ ചെയ്യുന്നത് പുള്ളി എല്ലാ പടത്തിലും കാണിക്കുന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് ജസ്റ്റേഴ്സ് കാണിച്ചപ്പോഴും ആൾക്കാർ പെട്ടെന്ന് കണക്റ്റായി, സിനിമയായിട്ട് ക്യാരക്ടറായിട്ടും പിന്നെ ആക്ടറായിട്ടും കണക്റ്റായി. അപ്പോൾ അന്ന് തന്നെ അജിത്തിൻ്റെ സിനിമ ഇറങ്ങിയത്. അപ്പോൾ അജിത്തിൻ്റെ സിനിമയിൽ അജിത്തിന് പുള്ളി സോൾട്ട് ആൻഡ് പെപ്പറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൗഡർ എടുത്ത് തലയിലേക്ക് ഇട്ട് അവിടെ ഗപ്പോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് സംഭവം ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ പിന്നെ എല്ലാത്തിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മൾ ഓവർ ഡൂയിങ്ങിന് ആൾക്കാർക്ക് മടുക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഫോളോ ദാറ്റ്. ഓക്കെ. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു സീസൺ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ക്രിസ്മസ് പെട്ടെന്ന് എപ്പോഴും ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ക്രിസ്മസ് മെമ്മറീസ് ഉണ്ടോ? അല്ല, എൻ്റെ ഫേവറേറ്റ് മന്തും ഫേവറേറ്റ് സീസണും ഇതാണ്, വിൻ്റർ സീസൺ. അതുപോലെ തന്നെ ഡിസംബറാണ്. അപ്പോൾ ഡിസംബർ ഈസ് ഓൾവേസ് നൈസ്. കാരണം 2 ബിഗ് ഇവൻറ്റ്സ്, ഒന്ന് ക്രിസ്മസ് പിന്നെ ന്യൂ ഇയർ. ക്രിസ്മസ് ആഘോഷിച്ച് കഴിയുമ്പോഴത്തേക്ക് ന്യൂ ഇയർ വരും. അപ്പോൾ ന്യൂ ഇയറൊക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്യാറുള്ള. ഈ ക്രിസ്മസിന് പണ്ടൊക്കെ ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അവിടെ കരോളിൽ പങ്കെടുക്കും, താമസിക്കും. പിന്നെ അധികം ക്രിസ്ത്യൻസിൻ്റെ വീടും മോസ്റ്റ് ഓഫ് ദം ആർ ലിവിങ് ഹിൽ സ്റ്റേഷൻസ്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും ഹിൽ സ്റ്റേഷനും, അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. ഇപ്പം പിന്നെ ഞാൻ എവിടെയും പോകാറില്ല. ഇല്ല. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണോ? റെസൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, അത് ബ്രേക്ക് ആവും. അത് എപ്പോഴും ഉണ്ടാവുന്നു. ന്യൂ ഇയറിനായിട്ട് എടുക്കാറില്ല. ഇല്ല. അങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കി എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്ക് ആൽക്കഹോളൊക്കെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. 2 months ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത്, 3 months പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതുപോലെ സ്മോക്ക് അങ്ങനെയൊക്കെ. ജിമ്മ് ന്യൂ ഇയറിന് പോകാറില്ല, ജിമ്മിൽ ജോയിൻ ചെയ്യും. പിന്നെ കുറച്ച് ദിവസം പോകും, പിന്നെ അത് നിർത്തേണ്ടി വരും. ഇപ്പോൾ ഒരു മൂവി റിവ്യൂവറും കൂടി ആണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഒരു റിവ്യൂവേഴ്സിന് ഒരു ചാകര സീസൺ ആണല്ലോ ക്രിസ്മസ്, ഓണം, അങ്ങനെ. അപ്പോൾ കുറേ റിലീസസ് ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മൂവി ഉണ്ടോ? ഇല്ല, കാണാൻ വേണ്ടി ആഗ്രഹം, എക്സൈറ്റ്മെന്റ് ഉള്ള മൂവീസ് ഒന്നും ഈ സീസണില്ല. അവതാർ കാണാൻ താല്പര്യമുണ്ട്, അല്ലാതെ എക്സൈറ്റ്മെന്റ് ഇല്ല. പിന്നെ എല്ലാ സിനിമയും ഇപ്പോൾ പോയി കാണാറുണ്ട്, പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യേണ്ട ഉള്ളതുകൊണ്ട് കാണാറുണ്ട്. കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സിനിമയും ഈ ക്രിസ്മസിനുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് റീസെന്റ് സിനിമകൾ ഇപ്പോൾ വരാനുണ്ടല്ലോ. അപ്പം ഇതെന്തായാലും പൊട്ടും എന്ന് തോന്നുന്നു എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്ത എന്തെങ്കിലും സിനിമ ഉണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രെയിലർ വളരെ മോശമായ സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ദൃശ്യമൊക്കെ ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും പൊട്ടുമെന്ന് വിചാരിച്ചതാണ്. ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഹിറ്റ് ആയിരുന്നു ദൃശ്യം. കാരണം അത് കണ്ടപ്പോൾ സാധാരണ ഒരു ഫാമിലി മൂവി, ഒരു ഇവിടെ സ്വർഗ്ഗമാണൊക്കെ പോലെ വിചാരിച്ചിട്ടാണ് ഞാൻ ട്രെയിലർ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ കിളിമാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ട്രെയിലർ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ട്രെയിലർ റിയാക്ഷൻസും അങ്ങനെ ചെയ്യാറില്ല, കാരണം അത് എനിക്ക് അത്ര താല്പര്യമില്ല. ഇല്ല. ഞാനും പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ട്രെയിലർ. നോർമലി കുറച്ച് പേര് ട്രെയിലേഴ്സ് ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന കാണാറുണ്ട്, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഷെയർ ചെയ്യുന്ന കാണാറുണ്ട്. അല്ല, അത് നല്ലതല്ല ഞാൻ പറയുന്നത്. അത് ആളുകൾ ഇഷ്ടം. പിന്നെ എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ലൂസിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂസിഫറിന് ട്രെയിലർ കണ്ടപ്പോൾ വാവ് എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ചെയ്തു. പിന്നെ വിക്രം ലൊക്കേഷനിൽ കണ്ടപ്പോൾ അങ്ങനെ. പിന്നെ ഈ അടുത്ത് ഞാൻ ലാസ്റ്റ് എൻ്റെ ഗ്ലോബൽ ട്രോട്ടോ മറ്റേ വാരണാസി രാജമൗലിയുടെ അത് കണ്ടപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം വന്നു കഴിഞ്ഞാൽ ചെയ്യും. അതൊരു എക്സൈറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്ന് ആഗ്രഹം ബബ്ബയാണ്. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ ഞാൻ കാണുമല്ലോ. കാരണം അത് എനിക്ക് റിവ്യൂ ചെയ്യേണ്ടോണ്ട് എന്തായാലും കാണുമല്ലോ. അതിലെന്തെങ്കിലും വെറൈറ്റീസ് കൊണ്ടുവരാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടില്ല? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആയിട്ട് പ്രീ പ്ലാൻ ചെയ്യാറില്ല. ഞാൻ പിന്നെ കണ്ടതിന് ശേഷം അല്ലേ പറയാൻ പറ്റും. അതെ. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോഴും ഇപ്പം ഞാൻ സാധാ ഒരു ഓഡിയൻസാണ്. ഇപ്പം ഞാൻ പോവുക, സിനിമ കാണുക, അത് എൻജോയ് ചെയ്യുക, തിരിച്ചു വരാം. നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴേക്കും സിനിമ എൻജോയ് ചെയ്യാൻ വേണം, അറ്റ് ദ സെയിം ടൈം റിവ്യൂ ചെയ്യാനുള്ള അതിനെക്കുറിച്ച് കാര്യങ്ങളും, അതായത് പാരലായിട്ട് 2 കൈൻഡ് ഓഫ് തോട്ടിൽ പോകണ്ടേ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? അല്ലെങ്കിൽ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു വട്ടം പോയി കണ്ടിട്ട് പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി വേറെ ടൈം പോയി കാണാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാം ഒറ്റടിക്ക് രണ്ട് ഞാൻ പറയാം. ഇതൊരു മൾട്ടി ടാസ്കിങ്ങാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വളരെ കൂളായി പോയി ഇരുന്ന് നമുക്ക് ഉറങ്ങാൻ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങിപ്പോരാം. അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി വേറെ ഒന്നും ചിന്തിക്കാതെ ഇതൊരു മൾട്ടി ലെയേർഡ് പ്രോസസ്സാണ്. അത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം നമ്മൾ കുറച്ച് ക്രിട്ടിക്കലായിട്ട് കൂടെ കാണണമല്ലോ. ജസ്റ്റ്
ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സീൻസ് കംപ്ലീറ്റ് ശ്രദ്ധിക്കണം. സീൻസിനകത്തുള്ള എല്ലാം ശ്രദ്ധിക്കണം. അതിപ്പോൾ വിഷ്വൽസ് ആയി കഴിഞ്ഞാൽ, ആക്ടിങ് ആയി കഴിഞ്ഞാലും, പെർഫോമൻസ് ആയി കഴിഞ്ഞാലും, സൗണ്ടിങ് ആയി കഴിഞ്ഞാലും, അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡും, അതോടൊപ്പം തന്നെ സിനിമയുടെ ഓവറോൾ ഇമ്പാക്റ്റും, പിന്നെ ഇതെന്ത് പുറത്ത് പോകണം എന്നുള്ള കൂടെ ഉണ്ടല്ലോ. അപ്പോൾ കണ്ട് നമുക്ക് ഇത് പറയുന്ന സമയത്ത് അത് ഓൾറെഡി സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത് ആക്ച്വലി കുറച്ച് പാടാണ്. കാരണം ഉറക്കമൊന്നും ഉറങ്ങാൻ പറ്റില്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ മിസ്സാവില്ലേ, പിന്നെ ഇറങ്ങി പോകാനും പറ്റില്ല. അത് എന്തായാലും കണ്ടാലേ പൂർണ്ണമായും പറയാൻ പറ്റും. പിന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ ഇപ്പോൾ ലോക ഞാൻ വീണ്ടും കാണാൻ പോയിട്ടുണ്ട്. ലോക ഞാൻ ആദ്യം കണ്ടു, റിവ്യൂ ചെയ്തു. എനിക്കൊന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് റീവിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ റെയറായിട്ട് അങ്ങനെ വീണ്ടും പോയി കാണാറുള്ളൂ. അത് അങ്ങനത്തെ സിനിമകൾ അപൂർവമായിട്ട് വരാറുള്ളൂ. അതെ, ലോകം അല്ലാതെ വേറെ ഏത് സിനിമ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്? ലോക അല്ലാതെ വീണ്ടും പോയി കണ്ടതോ? ആവേശം 3 വട്ടം കണ്ടിട്ടുണ്ട്. ആണോ? അതെന്താ ആവേശത്തിൽ അത്ര ആവേശം കൊള്ളാനുള്ളൊരു റീസൺ? അത് ഒരു ആ ക്യാരക്ടർ, പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം അതിൽ കുറേ മൊമെൻറ്റുള്ള സിനിമ. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രംഗണ്ണൻ. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് റിവ്യൂ ചെയ്തതിന് ശേഷം പിന്നെ വിഷുവിനായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഫ്രണ്ട്സായിട്ട് പോയി കണ്ടു. പിന്നെ വേറെ ദിവസം ലേറ്റ് നൈറ്റ് പോയി കണ്ടു. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ഈ സീസൺസ് ആകുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം മൾട്ടിപ്പിൾ റിലീസസ് ഉണ്ടാവല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ആദ്യം ഈ പടം കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? എന്തായാലും ഒരുപാട് അതെ അതിന് എല്ലാവരും ഫോളോ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. എസ്പെഷ്യലി റിവ്യൂവേഴ്സ് എപ്പോഴും സിനിമ ചൂസ് ചെയ്യുന്നത് സിനിമയുടെ ഹൈപ്പിനനുസരിച്ച്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ ഉണ്ടെങ്കിൽ മറ്റേ പടം എത്ര വലിയ സിനിമയായി കഴിഞ്ഞാലും അവരതേ കാണുള്ളൂ. കാരണം ഓൾറെഡി സെറ്റ് ഓഫ് ഓഡിയൻസ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ കാണുള്ളൂ. അത് കണ്ടതിന് ശേഷം പിന്നെ പ്രയോറിറ്റി നമ്മൾ നോക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ, ഇതിൻ്റെ ബജറ്റ്, സ്റ്റാർ വാല്യൂ, അതുപോലെ ഹൈപ്പ്, അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടാണ്. അതിപ്പം ചിലപ്പം അന്യഭാഷ ചിത്രത്തിനായി കൂടുതൽ സ്റ്റാർ വാല്യൂ ഹൈപ്പ് ഉള്ളെങ്കിലും മലയാളം കാണാതെ ചിലപ്പം അത് കാണും. അപ്പോൾ റിവ്യൂവേഴ്സ് ഒരിക്കലും സിനിമ കാണുന്നത് പിന്നെ അവരുടെ ജോണറയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് കാണാൻ താല്പര്യമുള്ള സിനിമ ആദ്യം പോയി കാണുന്നുള്ളതല്ല. ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമ പോയിട്ട് കാണും. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊന്ന് കളങ്കാവലിൻ്റെ റിവ്യൂ ചെയ്തപ്പം ഞാൻ അതാ ഇൻട്രോയിൽ പറഞ്ഞത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കണ്ട കമൻറ്റ്സ് ചേട്ടനെ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ കണ്ടൊരു റിവ്യൂ കളങ്കാവലിനെ ആയിരുന്നു എന്നാണ്. ഈ കമൻറ്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? കമൻറ്റ്സ് പിന്നെ ബിഗിനിങ്ങിൽ വായിക്കും. അതായത് ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം ആദ്യത്തെ കുറച്ച് കമൻറ്റ്സിൽ തന്നെ ഈ വീഡിയോയോട് ആൾക്കാർ സഹകരിക്കുന്നുണ്ടോ അല്ലോ ഇതിനെതിരാണോ നമുക്ക് മനസ്സിലാവും. പിന്നെ സ്ഥിരമായിട്ട് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട്, അവർ പിന്നെ ഒരു ഫാൻ ഫോളോയിങ് പോലെ കമൻസ് ഇടുന്നു. അപ്പോൾ പിന്നെ ചിലതിന് 4000, 5000, 10,000 കമൻസ് വരുന്ന സമയത്ത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലോ വായിക്കില്ല. പിന്നെ യൂട്യൂബിനെ നമുക്ക് സജസ്റ്റ് ചെയ്യും. അതായത് ഇമ്പോർട്ടൻറ്റ് കമൻസ് പ്രയോറിറ്റി അനുസരിച്ച് സജസ്റ്റ് ചെയ്യും. കൂടുതൽ റിയാക്ഷൻ കിട്ടിയ കമൻസ് അത് വായിക്കും. അപ്പോൾ കളങ്കാവലെന്ന് വെച്ചാൽ ഞാൻ പറയാം, എനിക്ക് കൃത്യമായിട്ടൊരു ഫേസ് ഇല്ല. ലൈക്ക് ഒന്നില്ലെങ്കിലും മുസ്റ്റാഷ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മുസ്റ്റാഷും ബേണും കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലീൻ ഷേവ് കീപ്പ് ചെയ്യുക, അങ്ങനെയില്ല. കാരണം എനിക്ക് സിനിമയ്ക്കനുസരിച്ച് രൂപം മാറിയില്ലേ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് അപ്പോൾ കളങ്കാവിൽ മമ്മൂക്ക് ചെയ്തിരിക്കുന്ന മീശ വെച്ചിട്ട് താടിയില്ലാത്ത ലുക്ക്. അപ്പം ഞാനത് ഹെയർ ഒന്നുമില്ല, എൻ്റെ ബേസിക്കലി കേളി ഹെയർ. അപ്പം ഞാനത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തല്ല, ആക്ച്വലി തല കുളിച്ചിട്ട് അങ്ങ് ചീകി വെച്ച് അതൊക്കെ കുറച്ച് ഒരു 5 മിനിറ്റ്സിൻ്റെ പരിപാടിയുള്ളൂ. കാരണം എനിക്ക് പെർഫെക്ഷൻ ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്ക് ഏകദേശം ആ ഒരു മൂഡ് കിട്ടിയാൽ മതി. അപ്പോൾ ആൾക്കാരെ സൗന്ദര്യ സങ്കല്പം ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ പൊതുവേ കുറച്ചൊരു ഓൾഡ് ജനറേഷനിലെ ആൾക്കാരുടെ സൗന്ദര്യ സങ്കല്പം ഇപ്പോൾ പഴയ നടന്മാരുടെ അപ്പിയറൻസ് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് മീശ വെച്ച് താടി കളഞ്ഞ് മുടി ചീകി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല അഭിപ്രായമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ കമൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നായാലും അങ്ങനെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അല്ല മുടി വെട്ടിക്കൂടെ അല്ലെങ്കിൽ താടിയപ്പോൾ ഞാൻ പൊതുവേ ഷാബിയായിട്ടാണ് അങ്ങനത്തെ ലുക്ക്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്താ അശ്വന്ത് കോക്കിൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം എന്താ? പുരുഷനെ കുറിച്ചാണോ സ്ത്രീയെ കുറിച്ചാണോ? പുരുഷനെ കുറിച്ച്. അല്ല, ഇപ്പം ആ വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞല്ലോ ഭയങ്കര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ആ ഒരു ലുക്ക് ഇല്ലല്ല, ആ ലുക്ക് എനിക്ക് ഇഷ്ടമല്ല. അതിഷ്ടല്ല, എനിക്ക് മീശ മാത്രം വെച്ചിട്ടുള്ള ലുക്ക് ഇഷ്ടമല്ല. അത് എന്തോ ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് ഷാബി ആയിട്ടുള്ള ലുക്ക് ഇഷ്ടം. ഇപ്പം ഞാൻ മുടി ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഈസിയാണ്. പിന്നെ ബിയേഡ് അങ്ങനെ സെറ്റ് ചെയ്യാറൊന്നുമില്ല. ട്രിം ചെയ്യും, പിന്നെ താനേ വരും, വീണ്ടും ട്രിം ചെയ്യും. ഇതിനായിട്ട് ഞാൻ ഫോക്കസ്ഡ് അല്ല. ഓക്കെ. ഇപ്പം ഈ റിവ്യൂവേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്താ? ഫിലിം റിവ്യൂവേഴ്സ്
ചാലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, ആ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. ചേട്ടന് ആ കാരണം അവരെന്നെ പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഗ്രഡ്ജ് ഉണ്ടാവും, റിവെഞ്ച് ഉണ്ടാവും, അതുപോലെ ത്രട്ടൻസ് ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ അറിവിൽ എനിക്കെല്ലാവരെയും അറിയാം. അപ്പോൾ ഉണ്ണിക്കൊക്കെ ഇടയ്ക്ക് ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നേരിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. ചേട്ടന് നേരിട്ട് വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫിൽ വൺ റിസ്ക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന പരിപാടിയല്ല ഇത് പിന്നെ ഇവർ ഭയങ്കര വിനായകൻ പറമ്പല്ല വലിയ ടീമാണ്. നിങ്ങൾക്കറിയാത്തല്ലോ, അവർക്ക് അത്രയും മണി പവർ, പൊളിറ്റിക്കൽ പവർ, അതുപോലെ തന്നെ ഇവർക്ക് ടീമുണ്ട്, വൻ ടീമുണ്ട്. പിന്നെ അത്രയും ആളുകളല്ലേ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാം അവൈലബിളാണ്. അപ്പോൾ അവർ കിട്ടിയ നമ്മളെ പണി ഓഫ് കോഴ്സ്. പക്ഷേ എന്തോ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെ കഴിച്ചലായി പോകുന്നു. അതെ എനിക്ക് തോന്നുന്നു ടർബോയുടെ തമ്മില് അത് മമ്മൂട്ടി കമ്പനി അത് കോപ്പിറൈറ്റ് കൊടുത്തത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു പല റിവ്യൂവേഴ്സും തമ്മില് ആ ഫിലിം റിലേറ്റഡ് സാധനങ്ങൾ വെക്കാറില്ല. ഇല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചതാണ്. അല്ല അത് പോസ്റ്റർ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ അങ്ങനെ അങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും അതിപ്പം ഏതെങ്കിലും കളർ വെച്ചിട്ട് നമ്മളെ ഫേസും പോസ്റ്റർ അങ്ങനെ അങ്ങ്. അപ്പം പോസ്റ്റർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈസിലി കോപ്പറേറ്റ് അടിക്കാൻ പറ്റും. ഒരു സ്ഥാനത്ത് പോസ്റ്റർ ഒന്ന് തല വെട്ടി വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ തല വെട്ടി വെക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ നടൻ്റെ വേറെ ഏതെങ്കിലും അവൈലബിൾ ഫോട്ടോ വെട്ടി വെക്കും. അങ്ങനെയൊക്കെ ധ്യാൻ്റെ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്ത് വെച്ചാലും ഒരുപോലെ കുഴപ്പമില്ല. ധ്യാൻ ചേട്ടൻ അങ്ങനെ കോപ്പറേറ്റ് അടിക്കാറില്ല. അല്ല അതുകൊണ്ടല്ല, പുള്ളി എല്ലായിടത്തും ഒരുപോലെ കാണാം. അതുകൊണ്ട് അല്ല മറ്റേ ഈ മേക്ക് ഓവറുള്ള ആൾക്കാരല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. എനിക്കിതിനൊന്നും മറുപടി ഇല്ല. എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പോഴാണ്, ധ്യാൻ ചേട്ടൻ കുറേ സിനിമകൾ അതായത് റിവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ. തഗ് ലൈഫ് ആണോ 2 മിനിറ്റില് കുഞ്ഞൊരു റിവ്യൂ പറഞ്ഞത് എനിക്ക് തോന്നുന്നു തഗ് ലൈഫിനെ ആയിരിക്കും. എന്നിട്ടും ധ്യാൻ ചേട്ടനായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തഗ് ലൈഫിന് മുൻപ് അല്ല, ധ്യാനായിട്ട് നല്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സംസാരിക്കുന്നതല്ല. ഭയങ്കര നൈസാ നമ്മളെ മനസ്സിലാവും. പിന്നെ പുള്ളിയുടെ സിനിമ പുള്ളിക്ക് തന്നെ അറിയില്ല ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം പുള്ളി അതിനെ കുറിച്ച് ബോധവടല്ല. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം കുറച്ചായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം കുറച്ചായിട്ട് കുറേ മാസം അല്ല, പുള്ളിയുടെ സ്റ്റോക്ക് തീർന്നതായി. പുള്ളി ചെയ്തു വെച്ച കോവിഡ് ടൈമിൽ ചെയ്തു വെച്ച പടങ്ങളായി ഇറങ്ങിക്കൊണ്ടിരുന്നത്. പുള്ളി ഇപ്പം സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇല്ല, പടങ്ങളില്ല. പിന്നെ ഏത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണെന്ന് തോന്നുന്നു നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നത്. അത് ഇഷ്ടപ്പെട്ടു. അതായത് അത് ആ പ്രൊഡക്ഷൻ നമുക്കറിയാലോ. അപ്പോൾ മറ്റേത് നമുക്ക് ആരെ എന്തോ അറിയില്ല, ഏതോ സിനിമ എങ്ങനെ വരുന്നു പോകുന്നു അങ്ങനെ. അപ്പോൾ അങ്ങനെ ചില ധ്യാൻ പിക്ക് ചെയ്ത് ചെയ്യുന്ന ധ്യാൻ എന്നെ പ്രതീക്ഷയുള്ള സിനിമകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്യാവശ്യം കൊള്ളാവുന്ന സിനിമ ഉണ്ടാവാറുണ്ട്. പക്ഷേ റയറാണെന്ന് മാത്രം. റയറാണ്, അതങ്ങനെയാണ്. ചില ആൾക്കാരുടെ അങ്ങനെ ഏറ്റവും നല്ലത് വളരെ റെയറായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ ടർബോയുടെ കോപ്പിറൈറ്റ് കിട്ടിയതിന് ശേഷം അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്തില്ലേ, ആ സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ടെക്നിക്കലി ആണോ? ഇല്ല, റീ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ ഇല്ലാതെ ചെയ്ത്. പിന്നെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവർ ബൈ മിസ്റ്റേക്ക് സംഭവിച്ചാണ്, പിന്നെ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതല്ല എന്ന്. പക്ഷേ ബൈ മിസ്റ്റേക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റില്ല, അത് വലിയ പ്രോസസ്സാണ്. അത് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കോപ്പിറൈറ്റ് അടിക്കണമെങ്കിൽ കുറേ പ്രോസസ്സ് ഉണ്ട്, കൈതട്ടിയിട്ടൊന്നും കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റില്ല. പിന്നെ ഞാനത് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല, അതവിടെ കഴിഞ്ഞല്ലോ. ശേഷം പിന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ഇയേഴ്സ് ആയപ്പോൾ? ചാനല് മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് പിന്നെ അക്കൗണ്ട് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ കളഞ്ഞതാണ്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നത് 2000 കറക്റ്റ് ഓർമ്മയില്ല, 21 ആണെന്ന് തോന്നുന്നു. 21, 22 ആ സമയത്ത് തോന്നുന്നു. മരക്കാർ ഇറങ്ങിയ വർഷം ആ സമയത്ത് അത് അന്ന് മുതൽ ഇത്രയും നാൾക്കിടയിൽ ഇങ്ങനെ ഇപ്പം ചാനലിന് കോപ്പിറൈറ്റ് വരിക, അല്ലെങ്കിൽ ചാനല് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന എന്തെങ്കിലും ടെക്നിക്കലി ആരെങ്കിലും? എനിക്ക് സോഫർ ഒറ്റ കോപ്പിറൈറ്റ് കിട്ടുള്ളൂ, ടർബോണ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ റിയാക്ഷൻ ചെയ്യാറില്ല, ഞാൻ വേറെ ഒന്നും ഇമേജസോ വീഡിയോസോ ക്ലിപ്സോ മ്യൂസിക്കോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഫുൾ ഓൺ കണ്ടന്റ്, അപ്പോൾ അത് അടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പം പറയാനുള്ളതൊക്കെ അത്രയും ഓപ്പണായി പറയാൻ പറ്റുന്ന ഒരാളാണ്. എന്നിട്ടും കുറെ ആൾക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങളെ. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ആൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അശ്വന്ത് കോക്ക് എന്ത് റിവ്യൂ പറഞ്ഞാലും അതിനിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും, പക്ഷെ ആൾക്കാരുടെ ആ ഇഷ്ടം അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അല്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമാക്കാരല്ലല്ലോ, സാധാരണ ജനങ്ങളല്ലേ. അപ്പോൾ അവർക്ക് അവരെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കിത് കാണുക അവർക്കൊരു രസം.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും പിന്നെ സ്ട്രെസ് ബസ്റ്ററായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നവരാണ് കൂടുതൽ പേരും. അല്ല എല്ലാവരും കേരളത്തിൽ എല്ലാവരും സിനിമ കാണാൻ പോകുന്നൊന്നുമില്ല, വളരെ ചെറിയ ശതമാനം ആൾക്കാർ സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കി കഴിഞ്ഞാൽ കുറേ വ്യൂസ് കാണാം. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ സിനിമ കാണാനോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി റിവ്യൂസ് കാണുന്നുള്ളൂ. ഇനി സിനിമ കാണണം തീരുമാനിച്ച ആൾക്കാർ എന്ത് റിവ്യൂലും പോയി കാണുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ ലൈഫിൽ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചുമ്മാ കണ്ടുപോകുന്നതാണ്. ഇപ്പം റിവ്യൂസ് ശരിക്കും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അത് ഒരു ചെറിയ പേഴ്സൻ്റേജ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, കാരണം ചില ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര വിശ്വാസം ഉണ്ടാവും, അത് പക്ഷേ വെരി ലെസ് പെർസെൻറ്റേജ്, ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറിയ ശതമാനം ആൾക്കാർ. അത് സിനിമയെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ സിനിമകൾ അല്ലെങ്കിൽ ആൾക്കാർ മുട്ടിയിട്ട് വന്നാൽ കാണാൻ, അപ്പോൾ അത് ആക്ച്വലി പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ആ ചെറിയ സിനിമകൾ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും പോയി കാണും. ഇനിയിപ്പോൾ ചെറിയ സിനിമ മോശം പറഞ്ഞാലും അല്ലെങ്കിൽ ആരും പോയി കാണില്ല. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി മനസ്സിലാവും. 10 ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മിക്ക സിനിമകളും കളിക്കുന്നില്ല. അപ്പോൾ ചെറിയ സിനിമകളെ ബാധിക്കുന്ന അത് ഞാൻ റിവ്യൂ പറഞ്ഞില്ലെങ്കിലും അത് ഓടാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒക്കെ സിനിമകൾക്ക് റിവ്യൂ പറഞ്ഞിട്ട് അത് അല്ലെങ്കിൽ ഞാൻ അത്രയും പറയണ്ടായിരുന്നു എന്ന് ഒരു റിഗ്രറ്റ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്ത ഏതെങ്കിലും സിനിമകളുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ആഷിഖ് ഉസ്മാൻ്റെ പടം ഉണ്ടല്ലോ, മാത്യുവിൻ്റെ എല്ലാവരും ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും, റൊമാൻസ്. അത് ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയെന്ന് എനിക്ക് തോന്നി. കാരണം അത് എനിക്കൊരു മിസ്കാൽക്കുലേഷൻ പറ്റി. അത് ഞാൻ പടം കണ്ട ആംബിയൻസും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസും ഫുള്ള് കിഡ്സായിരുന്നു, 2K കിഡ്സും ജെൻസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ഇവർ മാത്യു ഉണ്ട്, മറ്റേ ഇവരെല്ലാം ടീമുണ്ടല്ലോ, അർജുൻ അശോകനുണ്ട്, അങ്ങനെ ആരും ഓളത്തിനെ കണ്ട. അപ്പം ഞാനിത് അറിയുന്നില്ലല്ലോ, ഇതിൻ്റെ ഔട്ട് എന്താ പോയി നമുക്ക് അറിയുന്നില്ല. ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് മുൻപ് വീഡിയോസ് ഒന്നും നോക്കാറില്ല, അല്ലെ ഇതിൻ്റെ നോക്കാറില്ല. അപ്പം ഞാനത് കണ്ട് ഞാൻ ഓളത്തിൽ റൊമാൻസ് വാഹോ എന്നെല്ലാം പറഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഇത് കേട്ട് ഉടനെ കുറേ ആൾക്കാർ കാണാൻ പോയി. ആൾക്കാർക്ക് ആ ഹൈപ്പിനനുസരിച്ചിട്ട് അല്ല ഇത്ര ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാർക്ക് തീരെ കണക്റ്റ് ആയില്ല. എനിക്ക് പടം കണക്റ്റ് ആയിട്ടുണ്ട്, പിന്നീട് എനിക്ക് തോന്നി അത്രയും ഹൈ പറയണ്ട. അല്ല മോശം പറഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, കാരണം മോശം പറഞ്ഞിട്ട് തന്നെ മോശം പറഞ്ഞിട്ടുള്ളൂ. ഇത് ഓവറായി പോയി പറഞ്ഞ് നന്നാക്കി പറഞ്ഞത് കൂടുതലായിപ്പോയി എന്ന് റൊമാൻസിന് തോന്നി. അതിനുശേഷം ശ്രദ്ധിക്കാറുണ്ട്. അതായത് ആ ഒരു സ്കെയിലുണ്ടല്ലോ, നമ്മൾ ഒരു റിവ്യൂ പറയുമ്പോൾ ഒരു സ്കെയിലുണ്ട്. എന്താണത്? അത് വെച്ച് കഴിഞ്ഞാൽ 2 സ്കെയിൽ 2 എക്സ്ട്രീം അറിയാലോ. ഒന്ന് ഏറ്റവും മോശം അസഹനീയം, അല്ലെങ്കിൽ ഭയങ്കര വാവ് സിനിമ. ഇതെല്ലാം ഇതിനിടയ്ക്ക് കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു നല്ലൊരു സിനിമയാണെന്നുള്ള സ്ഥാനത്ത് പറയാം, അല്ലെങ്കിൽ ആവറേജ് വേണമെങ്കിൽ കാണാതിരിക്കാം എന്നുള്ള രീതിയിൽ പറയാം. ഇതൊന്നും വേർബലി പറയൂലേ, ഇത് ആവറേജ് ആണെന്ന് പറയൂല, അത് നിങ്ങൾ കാണണമെന്ന് പറയൂല, കാണരുതെന്ന് പറയില്ല. അത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ആൾക്കാർക്ക് മനസ്സിലാവും, റിവ്യൂ കണ്ടും ആ റിവ്യൂക്ക് കൊടുക്കുന്ന സ്കെയിലിൽ മനസ്സിലാവും. പിന്നെ ഭയങ്കര ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് അസഹനീയം എന്നുള്ള പറയുന്നത് അതങ്ങനെ. ഇതിൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് പടത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കി എന്താണ് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും ഹൈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഹൈയിലായി പോയി റൊമാൻസ് പറഞ്ഞേ. റൊമാൻസ് അതിൻ്റെ എത്രയോ താഴെ സ്കെയിലിൽ പറയേണ്ട പാടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. പിന്നെ മാത്യു തന്നെ അത് പിന്നെ പറഞ്ഞു, മാത്യു ഓവറായിരുന്നു, മാത്യു തന്നെ പറഞ്ഞു. അത് മനസ്സിലായില്ലേ? അപ്പം ഞാൻ പക്ഷേ അതിൽ പുള്ളിക്ക് എന്തോ ഒരു ഡിസോർഡർ ഉണ്ട് അതിനകത്ത്, ഹൈപ്പർ ആക്റ്റീവ് അതിൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ കൺസീവ് ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം എങ്ങനെയാ ഒരു സിനിമ ഇത് നല്ല സിനിമയാണെന്ന് റിവ്യൂ പറയുമല്ലോ, അപ്പം എങ്ങനെയാ അത് ഫീൽ ചെയ്യുന്നത്? ഇത് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം, ഇത് അവർ കണ്ടാൽ നിരാശപ്പെടില്ല എന്ന് തോന്നുന്നത്? അതായത് സിനിമ ബേസിക്കലി പല ജോണറിലെ സിനിമകൾ കാണും. അത് ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ, പക്ഷേ ഒരു ഇപ്പോൾ യൂണിവേഴ്സൽ ബ്യൂട്ടി എന്ന് പറയും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ടാവും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെ ഇപ്പോൾ ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്ന സിനിമയും അത് ആ ജോണറിനോട് 100% നീതി പുലർത്തി അത് ഭയങ്കര വോ ഫാക്ടർ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് അത് ഭയങ്കര സിനിമയായിട്ടുള്ള രീതി പ്രസൻറ്റ് ചെയ്യുന്നത്. അത് മിക്കപ്പോഴും അതങ്ങനെ തന്നെ വരാറുള്ളത്. ഇപ്പോൾ ലോക കണ്ടപ്പോഴങ്ങനെ പറഞ്ഞു, അപ്പോൾ അത്തരം സിനിമകളിപ്പം എക്കോ കണ്ടപ്പോൾ പറഞ്ഞു. പിന്നെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ മെജോറിറ്റിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വലിയ കട്ട ലാലേട്ടൻ ആരാധകൻ. അതെ. ലാലേട്ടൻ്റെ അതായത് പക്ഷേ നമ്മളിപ്പം ചില ആളുകൾ ഒരു നടനെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ ഏത് സിനിമ ഇറങ്ങിയാലും അടിപൊളിയാന്ന് പറയും. ഒരു ആരാധകൻ, നോർമലി ഒരു ആരാധകൻ. ഇപ്പം ഒരു റിവ്യൂവറും കൂടി ആയ സ്ഥിതിക്ക് ഇപ്പോൾ ലാലേട്ടൻ ഒരു നല്ലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് നല്ലതെന്നും പറയുന്നുണ്ട്, ഇപ്പം മോശം ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് മോശം എന്നും പറയുന്നുണ്ട്.
അത് ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഇങ്ങനെ കമൻസ് ഒക്കെ വരുന്നത് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നീ ഭയങ്കര ലാലേട്ട ഫാനാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ? അതിനൊക്കെ എങ്ങനെ എടുക്കുന്നു? അല്ല, ഈ ഫാൻ എന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പ്രോബ്ലമാറ്റിക്. അതായത് ഒരു ഫനാറ്റിക് എന്നുള്ളതിനാണ് ഫാൻ എന്നുള്ള വാക്ക് പറയുന്നത്. ഈ ഫനാറ്റിക്സ് എന്ന് പറയുന്നത് ഭ്രാന്തന്മാരാണ്, ഒരു ബ്ലൈൻഡാണ്. അപ്പോൾ ഞാനൊരു ഫനാറ്റിക് അല്ല. എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ, മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണെന്നുള്ളൂ. അല്ല, ലാലേട്ടൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലൈൻഡ് അല്ല. പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുണ്ട്. ഇപ്പോൾ സിനിമയുടെ ഫോളോവർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. അപ്പോൾ ഞാൻ ബ്ലൈൻഡ് അല്ലാത്തതുകൊണ്ട്, ഞാൻ ഫനാറ്റിക് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് വിമർശിക്കേണ്ടത് ഞാൻ വിമർശിക്കും, നല്ല പറയും. അല്ലാതെ ഈ സെറ്റ് ഓഫ് ഫാൻസ് ഇല്ലേ, ഈ അന്തം ഫാൻസ് ഇല്ലേ, അതല്ല. ഓക്കെ. എങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ പറയാം? രാവിലെ എണീക്കാം. അല്ല, സിനിമ ഇല്ലാത്ത ദിവസം ഞാൻ വൈകുന്നേരം എണീക്കുന്നത്. 3 മണി 4 മണി. അപ്പോഴേക്കും നമ്മൾ അത്രയും ഫുഡ് സേവ് ആയല്ലോ. അത് പൈസയുടെ എല്ലാം പറയുന്നത്. അതെ, അത്രയും നമ്മൾ കലറീസ് കുറയ്ക്കാമല്ലോ. പിന്നെ അത് ഇൻ്റർമീഡിയറ്റ് പോലെ ചെയ്യുന്നത്. കൃത്യമായ ടൈമിംഗ് ഒന്നുമില്ല. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേ സന്ധ്യ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിക്കും. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ച് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കും ചെറുതായിട്ട്. പിന്നെ 2 അടിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. വൈബൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കുക. പിന്നെ ചില 1-2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. 1-2 ഗ്രൂപ്പൊക്കെ ഉണ്ട്. കുഞ്ഞാറ്റക്കിളിക്കൂട്ടം, ചായക്കട ചർച്ച പറഞ്ഞിട്ട് 1-2 ഗ്രൂപ്പുണ്ട്. ആകെ 2 ഗ്രൂപ്പിലാണുള്ളൂ. ഈ 2 ഗ്രൂപ്പ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഈ ചായക്കട ചർച്ചയെന്നോ കുഞ്ഞാറ്റക്കിളിക്കൂട്ടത്തിനോ ആരെങ്കിലും വിളിക്കും. അവരാരെങ്കിലും 2 അടിച്ചിട്ട് അവർ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഒറ്റയ്ക്കല്ല, ഫോണുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ ഉറങ്ങുക. പിന്നെ റിപ്പീറ്റ്. ഇല്ല, ഉറങ്ങുമ്പോഴേ പിന്നെ വൈകുന്നേരമാവും. കാരണം ഉറങ്ങുമ്പോഴേ രാവിലെ ആവുന്നുണ്ടല്ലോ, ഏകദേശം 4-5 മണിയാണ്. നേരം രാവിലെ ഞാൻ അങ്ങനെ കാണാറില്ല. കാരണം 4 മണി 5 മണി ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്ന പിറ്റേന്ന് വൈകിട്ടല്ലേ. പിന്നെ സിനിമയുള്ള ദിവസം നേരെ തിരിയും. സിനിമയുള്ള ദിവസം എങ്ങനെയായിരിക്കും? സിനിമയുള്ള ദിവസം ഇപ്പോൾ ഈ ഫാൻ ഷോ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് ഓൾറെഡി ഇങ്ങനെ ആയതുകൊണ്ടേ 4 മണിക്കുള്ള സിനിമയ്ക്ക് ഞാനിങ്ങനെ 3 മണിക്ക് ഉറങ്ങിയിട്ട് പോവാ. അപ്പോൾ അതാ ഞാൻ പുഷ്പയ്ക്കെല്ലാം സംഭവിച്ച പറഞ്ഞേ. അപ്പോൾ ഓവർനൈറ്റ് ഉറങ്ങാതെ പോകേണ്ടി വരും. അപ്പോൾ ഇടയ്ക്ക് ഉറക്ക് വരും. അപ്പോൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കും. പക്ഷെ ഉറക്ക് വരില്ല, പാടാ. പിന്നെ മറ്റേത് പ്രശ്നമില്ല, 10 മണിക്കുള്ള നോർമൽ ഷോ പ്രശ്നമില്ല. കാരണം 5 മണിക്ക് ഉറങ്ങിയാൽ 5 മണിക്കൂർ നമുക്ക് ഉറങ്ങാമല്ലോ. 10 മണിക്ക് സിനിമ കാണുന്നു, റിവ്യൂ ചെയ്യുന്നു, ഒരു 4 മണിക്ക് അടുത്ത സിനിമയ്ക്ക് പോകുന്നു, രാത്രി വന്ന് ഒരു 8 മണി 9 മണി റിവ്യൂ ചെയ്യുന്നു. ഞാൻ 2 റിവ്യൂസാണ് മാക്സിമം ചെയ്യാറുള്ളൂ. പിന്നെ അത്രയും ടൈറ്റ് ഷെഡ്യൂളാണെങ്കിൽ രാത്രി ലേറ്റ് നൈറ്റ് പോയിട്ട് ഒരു സിനിമ അവിടെ കണ്ടുവെക്കും. 3ാമത്തെ സിനിമ റിവ്യൂ അപ്പം ചെയ്യില്ല. ഇല്ല, പിറ്റേ ദിവസം. അപ്പോൾ എത്രയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു കുഞ്ഞു സെഗ്മെന്റും കൂടി തരാം. ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അതിൽ അവർ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് ഇന്ന സിനിമ അയാൾ ചെയ്യേണ്ടായിരുന്നു എന്നും ഇന്ന സിനിമയാണ് അയാളുടെ ഒരു കംബാക്ക് വന്നതെന്നും പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ മമ്മൂക്ക ചെയ്തത് നന്നായി എന്നുള്ളതാ. അതായത് ആദ്യം പറയേണ്ടത് ഈ പടം വേണ്ടായിരുന്നു, കരിയറിൽ നിന്ന് ഇതെടുത്ത് കളയണമായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ സിനിമകൾ അങ്ങനെ ഞാനെപ്പോഴും പറയുന്നത് കുറേ സിനിമകളുണ്ട്. ഒരു സമയത്ത് നമുക്ക് ചെയ്ത കുറേ സിനിമകളുണ്ട്. മറ്റേ എന്താ പരോള് അങ്ങനെ പറഞ്ഞിട്ട് വേറെ എനിക്ക് ഭയങ്കര മെമ്മറി പ്രശ്നമുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്ത്. ആ സമയത്തുള്ള കുറേ സിനിമകൾ. ഇതായിരുന്നു മമ്മൂക്കയുടെ ഒരു കംബാക്ക് സിനിമ എന്ന് പറഞ്ഞാൽ. പണ്ടാണ് എല്ലാവരും പറയാൻ ന്യൂഡൽഹിയാണ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് കുറേ കാലമായിട്ട് കൺസിസ്റ്റൻ്റ് അല്ലേ. പുള്ളി എല്ലാ വർഷവും നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ എവിടേക്കോ മിസ് ചെയ്ത ഒരു ആക്ടിങ് ഉണ്ടാവുമല്ലോ പുള്ളിയുടെ. അല്ല, പുള്ളിയുടെ ആക്ടിങ് ഒരിക്കലും മോശമായിട്ടില്ലല്ലോ. പുള്ളിയുടെ സിനിമകൾ മോശമായെന്നല്ലാതെ പുള്ളിയുടെ ആക്ടിങ്ങിൽ സെലക്ഷൻ മോശമല്ല. ആക്ടിങ്ങിൽ പുള്ളി എപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ലേ. പുള്ളി അങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണല്ലോ. നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് മറ്റേ റൊഷാക്ക്, നൻപകൽ, ആ സമയം മുതൽ പുള്ളി നല്ല ട്രാക്കിലാണ്. ഈ ഒരു പടം ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയത് മറ്റേത് ഓടും കുതിര ചാടും കുതിര, അത് പുള്ളിയുടെ ടൈപ്പ് പടമല്ല. അങ്ങനത്തെ പടം പുള്ളി ചെയ്താൽ ശരിയാവില്ല. അത് നിവിനൊക്കെ ചെയ്താൽ സംഭവം നടക്കുള്ളൂ. അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ അല്ലെങ്കിൽ ഇപ്പോഴും നിവിൻ. പുള്ളിയുടെ ന്യൂവാൻസൻസിന് പറ്റിയ പടമല്ല. അത് റിവ്യൂ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കരിയർ ബെസ്റ്റ് എന്നാൽ കരിയർ ബെസ്റ്റ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു കംബാക്ക് നല്ലൊരു മൂവി ഫഹദിൻ്റെ. അല്ല, ഫഹദ് തന്നെ ഒരു കംബാക്ക് ആളാണല്ലോ. പുള്ളി അത്രയും 15 ഇയേഴ്സ് ബ്രേക്ക് എടുത്ത ആളല്ലേ. അതിനുശേഷം പുള്ളി ഗ്രാജുവലി വന്നത്.
പുള്ളിയുടെ ഒരുപാട് സിനിമ എനിക്ക് ഇഷ്ടമാണ്. യോബ് ഇഷ്ടമാണ്, വരത്തൻ ഇഷ്ടമാണ്, മഹേഷ് ഇഷ്ടമാണ്, ആവേശ് ഇഷ്ടമാണ്. അങ്ങനത്തെ കുറേ സിനിമകൾ. ഫഹദിൻ്റെ മറ്റേ ജോജി. അല്ലു അർജുൻ ഇഷ്ടപ്പെട്ട സിനിമ ഈ പടം ചെയ്യണ്ടായിരുന്നു അല്ലു അർജുൻ, അതേതാ? അല്ലു അർജുൻ ചെയ്യേണ്ടായിരുന്നു വെച്ചാൽ അല്ലു അർജുൻ്റെ മിക്ക സിനിമകൾ ഒരേ ടൈപ്പാണല്ലോ. അതെ, അതിൽ പുള്ളി ചെയ്താലും ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അത്. പക്ഷേ പുള്ളിയുടെ ചില സിനിമകൾ എനിക്ക് ഭയങ്കര, പുള്ളിയുടെ ആക്ഷൻ സീക്വൻസസ് ഉള്ള സിനിമകൾ, എല്ലാത്തിലും ആക്ഷൻ സീക്വൻസ് ഉണ്ടെങ്കിലും ചിലത് ഞാൻ റിപ്പീറ്റ് എടുത്ത് കാണാറുണ്ട്. ഏതത് ഒരെണ്ണം? അമലാപ്പോളൊക്കെയുള്ള സിനിമ ഏതായിരുന്നു? മറ്റേ കത്തി കൊണ്ടോ കുത്തിയിട്ടുള്ള ഇയാളുടെ സിനിമകൾ ഭയങ്കര പേര് തെലുങ്ക് കിട്ടില്ല പറയാൻ. എനിക്ക് ബണ്ണി, ഹലോ, അല്ല അങ്ങനത്തെ പടമൊക്കെ. ആര്യ ഏതാ? റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആ ടൈമിലുള്ള പടമൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇത് വേണ്ടാന്ന് തോന്നിയത് ഏത് പടം? അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അല്ലുവിനെ കുറിച്ച് അങ്ങനെ പറയാനാവില്ല. ഇല്ല. DQ ദുൽഖർ. DQ കൊത്ത പുള്ളി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം പുള്ളിയെ കൊണ്ട് എടുത്താൽ പോകണം. പിന്നെ പുള്ളിയുടെ കുഴപ്പം മാത്രമല്ല, ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ് മേക്കിങ്ങാണ്. അതിൽ എക്സ് വിജയ് മാത്രമേ അതിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൊത്തം ഒരിക്കലും ഒരു അൺടൈംലി സാധനം. ആ സമയത്ത് ഒരിക്കലും എങ്ങനെ DQനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് ടൈമുണ്ടല്ലോ. പുള്ളി ഗ്രാജുവലി ഒരു സൂപ്പർ സ്റ്റാറായിട്ട് വന്നാൽ മതിയായിരുന്നു. ഇതാ അന്ന് പിടിച്ചോ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നടക്കൂല, കേരളത്തിൽ നടക്കൂല. അപ്പം അതൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് കയറി വരണം അങ്ങനെ. ഒരു ബെസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു മൂവി? DQൻ്റെ എനിക്ക് നേരത്തെ ഇഷ്ടം. ABCD, കമ്മട്ടിപ്പാടം, ഒരുപാട്. പിന്നെ മോശം സലാല മൊബൈൽസ് പോലത്തെ മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണ സിനിമയില്ല, അതൊക്കെ ഭയങ്കര മോശം സിനിമ. അങ്ങനത്തെ പഴംപരി, മറ്റേ ഓമനക്കുട്ടി, അതൊക്കെ അങ്ങനത്തെ DQന് പറ്റൂല. ഫഹദിനും DQന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, പൃഥ്വിരാജിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് എല്ലാം നടക്കൂല. നയൻതാര എന്താ? നയൻതാരയുടെ ഈ പടം ചെയ്യണ്ടായിരുന്നു. നയൻതാര അങ്ങനൊരു പടം. നയൻതാരൊക്കെ ഫീൽഡ് ഔട്ട് ആയില്ല. ഇപ്പോഴും അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനാ? അവർക്ക് കുറെ പടം വരാനുണ്ട്. അത് കാര്യമില്ല. നയൻതാര ഞാൻ ഓർക്കും തന്നെയല്ല. ആണോ? നയൻതാര എന്ത് ചെയ്യണ്ടായിരുന്നു? ഈ ഒരു പടം നയൻതാര ചെയ്യണ്ടായിരുന്നു. കാരണം നമ്മൾ അവരൊക്കെ വെറുതെ അവരങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യുന്ന അവർ ഭയങ്കര റെമ്യൂണറേഷൻ വാങ്ങുന്ന ഐഡിയാണ്. അപ്പം അവർക്ക് അതിൻ്റെ ക്രൈറ്റീരിയസ് നോക്കിയിട്ടാണ് അവർ പടം ചെയ്യുന്നത്, അല്ലാതെ ആക്ടിങ്ങും മറ്റേതും നോക്കിയിട്ട് മാത്രമല്ലല്ലോ. നെക്സ്റ്റ് വിജയ് ചെയ്യണ്ടെന്ന് തോന്നിയ ഇഷ്ടം പോലെ സിനിമയുണ്ട്. മിക്ക സിനിമകളും വിജയ് ചെയ്യണം. ഇപ്പം വാരിസ്, അങ്ങനെ വിജയ് ഭയങ്കര ചളാക്കിയ കുറേ സിനിമകളുണ്ട്. പിന്നെ ഒരു സമയത്ത് അറിയാലോ വിജയുടെ ഒരു മറ്റേ തുപ്പാക്കി മുതലാണ് വിജയുടെ ഒരു കംബാക്ക് എന്ന് പറയുന്നത്. അതിന് മുമ്പ് വിജയ് ചെയ്ത കുറേ മോശം സിനിമകളുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ. പിന്നെ വിജയ് തന്നെ ഓവറാക്കി ചളാക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ ഈ അടുത്ത് പിന്നെ ഒന്നിൽ വാരിസ് ഭയങ്കര മോശം സിനിമ. ആ സിനിമ വിജയിൽ ആരും ചെയ്യാൻ പാടില്ല. ആ സിനിമ പൃഥ്വിരാജ് ചെയ്യണ്ടായിരുന്നുള്ളതോ? വിലായത്ത് ബുദ്ധ. അതെന്താ പുള്ളിയിൽ കാണിച്ചു വെച്ചേക്കുന്നത്? അതിൽ അത് പുള്ളിക്ക് പറ്റിയ സാധനമല്ല. പുള്ളി മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും ആ കാലത്ത് ചെയ്ത് തന്നെ പുള്ളി ഇപ്പോഴും ചെയ്യുന്നത്. ആ ലുങ്കി എടുത്തിട്ടുള്ള പരിപാടി മുപ്പത് നടക്കൂല. പക്ഷേ അയ്യപ്പനും കോശി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പൃഥ്വിരാജ് ഏകദേശം ഒരു ഭയങ്കര നാച്ചുറലായിട്ട് മറ്റേ പുള്ളിയുടെ സ്ഥിരം ഗിമ്മിക്സ് ഇല്ലാണ്ട് അഭിനയിച്ചൊരു സിനിമ അയ്യപ്പനും കോശി. ലാസ്റ്റ് ദിലീപേട്ടൻ ചെയ്യണ്ടായിരുന്നുള്ളതാ. പുള്ളിയുടെ കമ്പാക്കിൽ തങ്കമണി. ഇതിനു ശേഷം വേറെ ഒരു പുള്ളിയുടെ സെക്യൂരിറ്റി ഉള്ള പടം ഉണ്ടായിരുന്നു, പവി കെയർടേക്കർ. അത് പുള്ളി പഴയ ടൈപ്പ് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ആവശ്യമില്ല. പുള്ളി നന്നായി അഭിനയിക്കറിയുന്ന ആളല്ലേ. അപ്പോൾ പുള്ളിക്ക് പുതിയ ആൾക്കാരെ വെച്ചിട്ട് പുതിയ കാലത്തിന് പറ്റിയ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഈസിലി ആൾക്കാർ കാണുകയും ചെയ്യും. പുള്ളിയുടെ ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തുകയും ചെയ്യാം. അപ്പം അത്തരം സിനിമകൾ പുള്ളി ചെയ്യേണ്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് കംബാക്ക് ടൈമിൽ ചെയ്യേണ്ടിയിരുന്നില്ല. ഇപ്പോൾ ഒരു ആളുടെ ഒരു കംബാക്ക് സിനിമയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബബ്ബയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? കാരണം ഇപ്പോൾ ഒരു കേസ് അതും മാറി. അല്ല, കേസിൻ്റെ സിനാരി വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് പേഴ്സണലി ഒരു കംബാക്കിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈമാണ്. കേസിൽ പുള്ളിയെ വെറുതെ എവിടെയും ചെയ്തു, ഉടൻ തന്നെ വലിയൊരു സിനിമ റിലീസും. പക്ഷെ ആ സിനിമ ട്രെയിലർ കണ്ടിട്ട് എനിക്കൊരു ഒരു മറ്റേ ഒരു വൈശാഖിൻ്റെ ഒക്കെ സിനിമ പോലെ തോന്നി. മറ്റേ ഓവർ ദ ടോപ്പ് സിനിമ ഉണ്ടല്ലോ, ഭയങ്കരമായ ഫൈറ്റ്, കുറേ റെഫറൻസസ്. അപ്പം ആ സിനിമ കണ്ടാലേ പറയാൻ പറ്റൂ. എനിക്ക് എന്തായാലും പേഴ്സണലി ബബ്ബ ഒരു കംബാക്ക് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ.